പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് റീറ്റെയിൽ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. റീറ്റെയിൽ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലറ ചില്ലറ കച്ചവടം നോക്കുക. അതായത് റീറ്റെയിൽ എന്ന പദം കൊണ്ട് നമ്മൾ അതാണ് പെട്ടെന്ന് ഓർത്തെടുക്കുക. റീറ്റെയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അല്ലറ ചില്ലറ ഉള്ള കച്ചവടം എന്നാണ് ഓർത്തെടുക്കുക. അതുപോലെ റീറ്റെയിൽ പോസ്റ്റ് എന്ന് പറയുമ്പോഴും അല്ലറ ചില്ലറ കച്ചവടം, ആ ഒരു കച്ചവടം നമ്മൾ വഴി, അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ വൈഡായിട്ടുള്ള നെറ്റ്വർക്ക് വഴി മറ്റുള്ള ആൾക്കാർക്ക് നടത്തിക്കൊണ്ടു പോകാം. അവരുടെ പ്രൊഡക്ട്സുകളൊക്കെ നമ്മുടെ ഒരു ശൃംഖല വഴി വിറ്റെടുക്കാം. അതാണ് റീറ്റെയിൽ പോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ഇതുവഴി ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ബിൽ പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് വിറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഒക്കെ ഫോമുകൾ ഒക്കെ നമ്മൾ വിറ്റ് കൊടുക്കുന്നുണ്ട്. അതിലെടുത്ത് പറയുന്ന ഒരു സർവീസാണ് PRS, പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം. ഇന്ത്യ പോസ്റ്റ് പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം വഴിയിട്ട് റെയിൽവേ ടിക്കറ്റ്സുകൾ ബുക്ക് ചെയ്യാം. രാഖി എൻവലപ്സിൻ്റെ സെയിലുകൾ നമ്മൾ നടത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് നമ്മൾ ഈ റീറ്റെയിൽ പോസ്റ്റിന് അണ്ടറിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ കളക്ഷൻ ഓഫ് ബിൽസ്, ടാക്സസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുമല്ലോ. എന്നിട്ട് കസ്റ്റമർ കൊടുക്കണ്ടേ? ആ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നത് പേയ്മെൻറ്റ് വഴിയാണ്. അവരുടെ ബില്ലർ ID പേയ്മെൻറ്റ് വഴിയാണ് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ LED ബൾബുകളുടെ സെയിൽ നടത്തി കൊടുക്കാറുണ്ട്. ആധാർ അപ്ഡേഷൻ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, ഗംഗാജൽ സർവീസ് ഉണ്ട്. ഇതെല്ലാം റീറ്റെയിൽ പോസ്റ്റിന് അണ്ടറിൽ നമുക്ക് പറയാവുന്ന സർവീസുകളാണ്. അങ്ങനെ നമ്മുടെ ഈ റീറ്റെയിൽ പോസ്റ്റ് എന്ന ഒരൊറ്റ പേരിൻ്റെ അണ്ടറിൽ ഒരുപാട് സർവീസുകൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അവിടെയാണ് റീറ്റെയിൽ പോസ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ആധാർ എൻറോൾമെൻറ്റ് അപ്ഡേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് ആധാർ എൻറോൾമെൻറ്റ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്, ആധാർ അപ്ഡേഷൻ, ഡെമോഗ്രാഫിക് അപ്ഡേഷനൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പോസ്റ്റ് ഓഫീസ് ആധാർ സെൻറ്റേഴ്സിൽ 2 ടൈപ്സ് ഓഫ് സർവീസസ് ആണ് കൊടുക്കുക. ആധാർ എൻറോൾമെൻറ്റ് ചെയ്യാറുണ്ട്, ആധാർ അപ്ഡേഷനും ഉണ്ട്. ആധാർ എൻറോൾമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആൾക്കാരുടെ ഈ ബയോമെട്രിക് ആയിട്ടുള്ള പിന്നെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അതായത് ബയോമെട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണിൻ്റെ ഐറിസ്, ഫിംഗർ പ്രിൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോഴത്തേക്കും പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഡെമോഗ്രാഫിക്കിനകത്ത് വരുന്നത്. ഈ ഒരു ആധാർ എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നൊരു സർവീസാണ് ആധാർ എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത്. ആധാർ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള അപ്ഡേഷനുണ്ട്. അതായത് പേരിൽ, ഇമെയിൽ ID, നമ്പർ, പിന്നെ ബയോമെട്രിക് അപ്ഡേഷനുണ്ട്. അതായത് ഫേഷ്യൽ ഇമേജ്, ഫിംഗർ പ്രിൻറ്റുകൾ, ഐറിസ്, ഇതൊക്കെ അതാണ് ബയോമെട്രിക് അപ്ഡേഷനിൽ പെടുക. ഇതിൻ്റെ ഒരു സർവീസ് ചാർജിൻ്റെ ഒരു ചാർട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ആധാർ ജനറേഷൻ ഓഫ് റെസിഡൻസ് 0 to 5 ഏജ് ഗ്രൂപ്പിൻ്റെ ഫ്രീ ആണ്. ആധാർ ജനറേഷൻ 5 വയസ്സിന് മുകളിൽ ഉള്ള റെസിഡൻസിനും ഫ്രീ ആണ്. മാൻഡേറ്ററി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ബയോമെട്രിക് അപ്ഡേറ്റ് അത് 5 to 7 ഇയേഴ്സും ആൻഡ് 15 to 17 ഇയേഴ്സും ഫ്രീ ആണ്. മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് അത് 7 to 15 ഇയേഴ്സ് ആൻഡ് മോർ ദാൻ 17 ഇയേഴ്സ്. അതായത് ഈ മൂന്നാമത്തെ റോയിൽ പറഞ്ഞത് ഒഴികെയുള്ളതിന് അവിടെ 5 to മൂന്നാമത്തെ റോയിൽ 5 to 7 ഇയേഴ്സ്, പിന്നെ 15 to 17 ഇയേഴ്സ്. നാലാമത്തെ കൊള്ളത്തി അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് പറയുന്നത്. ആ 7 to 15 ഇയേഴ്സ് ആൻഡ് മോർ ദാൻ 17 ഇയേഴ്സ്. അതർ ബയോമെട്രിക് അപ്ഡേറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ഡെമോഗ്രാഫിക് അപ്ഡേറ്റ്സ്. മറ്റുള്ള ബയോമെട്രിക് അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് ഉൾപ്പെടുന്നതോ ഉൾപ്പെടാത്തതോ ആവാം. ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് ഓഫ് 1 or more ഫീൽഡ്സ്. ഡെമോഗ്രാഫിക് അപ്ഡേറ്റിന് അത് ഒന്നോ അതിലധികമോ ഫീൽഡുകളുടെ അപ്ഡേഷൻ ആവാം. ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് അറ്റ് ആധാർ സെൻറ്റർ. ഡോക്യുമെൻ്റ് അപ്ഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ഇതിൻ്റെയൊക്കെ ആ ഡോക്യുമെൻ്റിൻ്റെ അപ്ഡേഷനാണ്. അടുത്ത ഗംഗാജൽ സർവീസാണ്. ഗംഗാജലം ബോട്ടിലുകളിലാക്കിയിട്ട് വിൽക്കുന്ന പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സെലക്റ്റഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി പബ്ലിക്കിന് വാങ്ങാം. ആ ഒരു പവിത്രതയുടെ കൂടെ ഗംഗാജലം 1/1/2019 തൊട്ട് ഒള്ളി ഈ ഗംഗോത്രിയിൽ നിന്ന് എടുക്കുന്ന ഗംഗോത്രി സോഴ്സ് ചെയ്തിട്ടുള്ള ഗംഗാജലമാണ്. അത് 250 ml ബോട്ടിലാണ് കൊടുക്കുന്നത് സെലക്റ്റഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയിട്ട്. ഓൺലൈൻ പോർട്ടൽസ് വഴിയും ഗംഗാജലം വാങ്ങാവുന്നതാണ്, ബോട്ടിൽ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഒരു ചാർട്ടുണ്ട്. സൈസ് 250 ml അതിൻ്റെ സൈസ്. പാക്ക് ഓഫ് 2 ബോട്ടിൽസിൻ്റെ
4 ബോട്ടിൽസിൻ്റെ പാക്കിൻ്റെ ഇതിൻ്റെയൊക്കെ വിലയാണ് പറയുന്നത്. സോഴ്സ് ഗംഗോത്രി തന്നെയാണ്. പോസ്റ്റ് ഓഫീസ് കൗണ്ടർ ഇൻ റുപ്പീസ് 250 ml 30 രൂപയാണ്. ഓൺലൈൻ ഇ പോസ്റ്റ് ഓഫീസ് പോർട്ടൽ ആൻഡ് ഇ കൊമേഴ്സ് പോർട്ടൽ വഴിയാകുമ്പോഴത്തേക്കും 121 രൂപയാണ്. 2 ബോട്ടിൽസിൻ്റെ പാക്കിന് 201 രൂപ പെർ പാക്കാണ് ഈ ഓൺലൈനായിട്ട്. 4 ബോട്ടിൽസിൻ്റെ പാക്കിന് 321 രൂപയാണ് പെർ പാക്കിന്. അടുത്തത് PRS ആണ്, ഇന്ത്യ പോസ്റ്റ് പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം. അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകൾ വഴി എല്ലാ ക്ലാസ്സസ് റെയിൽവേ ടിക്കറ്റ്സും ബുക്ക് ചെയ്യാം പബ്ലിക്കിന്. അങ്ങനെ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് 2007 ജൂലൈ 31 ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് MOU ലെത്തിയുണ്ടായി, ഒരു എഗ്രിമെൻറ്റിലെത്തിയുണ്ടായി DOP ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റും മിനിസ്ട്രി ഓഫ് റെയിൽവേസും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീറ്റെയിൽ പോസ്റ്റ് എന്ന ഭാഗത്ത് നിന്ന് എടുത്തു പറയാനായിട്ട്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.